പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെമസ്റ്റർ ഫസ്റ്റ് സെമസ്റ്റർ ഫസ്റ്റ് സെമസ്റ്റർ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FIUGP സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു. 2024 അഡ്മിഷൻ കാൻഡിഡേറ്റ്സിനാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ FIUGP ഡെഫിഷ്യൻസി റെഗുലർ എക്സാമിനേഷൻ 2024 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. www.result.uoc.ac.in നിന്നാണ് റിസൾട്ട് ലഭ്യമായിരിക്കുന്നത് എന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. സ്ക്രൂട്ടണി ആൻഡ് റീവാലുവേഷൻ ഓഫ് ഫസ്റ്റ് സെമസ്റ്റർ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FIUGP റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നവംബർ 2025. ഫസ്റ്റ് സെമസ്റ്റർ FIUGP ഡെഫിഷ്യൻസി റെഗുലർ എക്സാമിനേഷൻ നവംബർ 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോകോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് ഫെബ്രുവരി മാസം 10 ഇന്ന് മുതൽ ഫെബ്രുവരി മാസം 16 വരെ അപ്ലൈ ചെയ്യാം. റീവാലുവേഷനും സ്ക്രൂട്ടണിക്കും ഫെബ്രുവരി മാസം 26 മുതൽ മാർച്ച് മാസം 3 വരെയും അപ്ലൈ ചെയ്യാം എന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അടുത്ത കുറച്ച് റിസൾട്ട് നോക്കാം. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 5th സെമസ്റ്റർ BCom BBA CBCSS UG റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ നവംബർ 2025 റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. 9th സെമസ്റ്റർ ഇൻറ്റിഗ്രേറ്റഡ് PG റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നവംബർ 2025, 2020 ആൻഡ് 2021 അഡ്മിഷൻ അണ്ടർ CBCSS റിസൾട്ട് വന്നു. 4th സെമസ്റ്റർ MSc ഫിസിക്സ് CBCS എക്സാമിനേഷൻ 9/2024, 2020 അഡ്മിഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2nd സെമസ്റ്റർ MSc ഫിസിക്സ് CBCS എക്സാമിനേഷൻ 9/2024, 2020 അഡ്മിഷൻ റിസൾട്ട് വന്നു. സ്ക്രൂട്ടണി റിസൾട്ട് ഓഫ് ഫസ്റ്റ് സെമസ്റ്റർ ബാച്ചുലർ ഓഫ് കൊമേഴ്സ് ആൻഡ് ബാച്ചുലർ ഓഫ് ലോസ് ഹോണേഴ്സ് BCom LLB ഹോണേഴ്സ് എക്സാമിനേഷൻ 10/2024 റിസൾട്ട് വന്നു. ഫസ്റ്റ് സെമസ്റ്റർ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ CBCSS 11/2025, 2024-25 അഡ്മിഷൻ റിസൾട്ട് വന്നു. 3rd സെമസ്റ്റർ BSc BCA CBCS UG സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് നവംബർ 2025 റിസൾട്ട് യൂണിവേഴ്സിറ്റി സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് വന്നത്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന് ഫണ്ട് സ്ക്രിപ്റ്റ് ബൈ.